സാറേ, എൻ വാസു മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു. അതിനുശേഷം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി. ഇപ്പം ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ 3-ാം പ്രതിയാണ്. പക്ഷേ ചോദ്യം ചെയ്യുന്നതല്ലാതെ ഈ വാസുവിനെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല. സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് പേടിയുണ്ടോ? പേടിയുണ്ട്. അതെന്തിനാ? കാരണം പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഓർമ്മയുള്ളതാണല്ലോ. ഇന്നത്തെ ഈ ഭരണകൂടമൊക്കെ നയിക്കുന്ന പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുത്തിട്ട് പ്രസിഡന്റ് ആക്കിയ ഒരാളാണ് വാസു. ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ശേഷം പ്രത്യേകിച്ച് പാർട്ടിയും ശബരിമലയും തമ്മിലുള്ള ലിങ്ക് ആണ് ഈ എൻ വാസു എന്ന് പറയുന്ന ആള്. അപ്പോൾ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ പത്മകുമാറിലേക്ക് അത് പോകും. തുടർച്ച അല്ലേ? പത്മകുമാറിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ കോടതിയുടെ ഇടക്കാല ഉത്തരവ് സാമാന്യം കുഴപ്പം പിടിച്ചതുമാണ്. അപ്പോൾ ഈ വാസുവാണ് ഈ കട്ടളപ്പാടി അല്ലേ, ശബരിമല, അത് ചെമ്പ് എന്ന് ഈ സ്വർണം ഈ സുധീഷ് കുമാർ കൊടുത്ത ശുപാർശയില്ലേ, സ്വർണം പൂശിയത് എന്നുള്ളത്, ഈ സ്വർണം പൂശിയത് എന്നുള്ളത് വെട്ടിക്കളഞ്ഞ ആളാണ് വാസു എന്ന് പറഞ്ഞാൽ സമ്പൂർണമായിട്ട് ചെമ്പ് ആക്കി മാറ്റിയ ആളാണ് ഈ എൻ വാസു എന്ന് പറഞ്ഞാൽ നല്ല കളിക്കാരനാണ് എന്നർത്ഥം. ഫയലിലൊക്കെ എങ്ങനെയാണ് എഴുതി ചേർക്കേണ്ടത്, എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെ അറിയാവുന്ന ആളാണ്. കാരണം ദേവസ്വം കമ്മീഷണറായിരുന്നല്ലോ. ദേവസ്വം കമ്മീഷണറായിട്ട് പിന്നെ 8 മാസം കഴിഞ്ഞിട്ടാണ് ചെയർമാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത്. അപ്പോൾ 2 തവണ കമ്മീഷണറായിരുന്നു, പിന്നെ പ്രസിഡന്റ് ആയി, ഇപ്പോൾ 3-ാം പ്രതിയുമായി കേസിൽ, കട്ടള കേസിൽ. സർക്കാരിനെ ഇത് ബാധിക്കും വാസുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ഈ യുവതി പ്രവേശ സമയത്ത് അല്ലേ, അതിന് എല്ലാ ഒത്താശയും ചെയ്ത അല്ലേ, നവോത്ഥാനം നടപ്പിലാക്കണം എന്നുള്ള ആവശ്യത്തിന് CPM നയത്തിന് എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് വാസു. വാസു പണ്ട് നിങ്ങളുടെ കൊല്ലത്ത് നിന്ന് PK ഗുരുദാസൻ തൊഴിൽ മന്ത്രിയില്ലായിരുന്നു. ആ സമയത്ത് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നല്ലോ വാസു ഗുരുദാസന്റെ. പിന്നെ പാർട്ടിയുമായിട്ട് പണ്ടേ ഉള്ള ബന്ധമാണ്. അത് ശരി. അപ്പോൾ 7 മാസത്തിൻ്റെ ഉള്ളിൽ പ്രസിഡന്റായി. സത്യത്തിൽ CPM കേന്ദ്രങ്ങളിൽ തന്നെ അമ്പരപ്പുണ്ടായിരുന്നു അന്ന് പ്രസിഡന്റ് ആയപ്പോൾ. ഈ കമ്മീഷണറായിരുന്ന വാസു എന്ന് പറഞ്ഞാൽ ശരിക്കും പാർട്ടിയിൽ വലിയ ആലോചനയൊന്നും നടന്നിട്ടല്ല വാസു പ്രസിഡന്റ് ആകുന്നത്. കാരണം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കണ്ടേ ആര് പ്രസിഡന്റ് വേണമെന്നൊക്കെ. അങ്ങനെയൊന്നും ഉണ്ടായില്ല ആ കാര്യത്തിൽ. അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ അല്ലേ, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ സുധീഷ് കുമാറിനെ ഇയാൾ പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോൾ വാസുവിൻ്റെ PA ആക്കി. സുധീഷ് കുമാറിനെ സെക്രട്ടറി ആക്കി അല്ലേ? സെക്രട്ടറി ആക്കി. കാരണം അപ്പോൾ അവർ തമ്മിൽ 2019 മുതൽ കണക്ഷൻ, മറ്റേ ചെമ്പാക്കുന്ന ഈ 2 പേരും കൂടിയിട്ടാണല്ലോ ചെമ്പ്. അപ്പോൾ അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ആയിരുന്നപ്പോഴാണ് ഇങ്ങേര് കമ്മീഷണർ അല്ലേ, ചെമ്പാക്കുന്നു. സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇയാൾ പ്രസിഡന്റ് ആവുന്നു വാസു. അപ്പോൾ സുധീഷ് കുമാർ ഇയാളുടെ PA ആവുന്നു. എന്നാലോചിച്ചു നോക്കൂ, എന്തൊരു ദൃഢമായ ബന്ധമാണ്. ഇങ്ങനെയല്ലേ വിളക്കി ചേർക്കൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ SIT ചോദ്യം ചെയ്തു സുധീഷ് കുമാറിനെ, ഈ വാസുവിനെയും ചോദ്യം ചെയ്തു. ഈ സുധീഷ് കുമാർ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ശേഷമാണ്, PA ആയിരുന്നല്ലോ, വാസുവിനെ വിളിപ്പിക്കുന്നത്. ശശിധരൻ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്, അന്വേഷണത്തിന് നയിക്കുന്ന. അപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ, ശ്രീകോവിൽ, പിന്നെ അവിടെ ജോലി തീർന്ന ശേഷം ആണ് ഈ ശ്രീകോവിലിൻ്റെ മറ്റേ കട്ടള ജോലിയുടെ തീർന്ന ശേഷം ദ്വാരപാലക ശില്പങ്ങൾ, അതിൽ സ്വർണം ബാക്കിയുണ്ട്, ഇത് ഏതെങ്കിലും ഒരു യുവതിയുടെ, അഗതിയായ യുവതിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാം എന്ന് 2019 ഡിസംബർ 9 ഈ വാസുവിന്, എൻ വാസു, ഈ വാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൊരു നോവലിസ്റ്റ് ഉണ്ട്, എൻ വാസുവിന് ഇമെയിൽ അയച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി.
അപ്പോൾ അതിനെപ്പറ്റി ഈ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ വാസു പറയുന്നത് എന്നോട് ഉപദേശം തേടിയതാണ് പോറ്റി, എനിക്ക് പോറ്റിയുമായിട്ട് ബന്ധമൊന്നുമില്ല, എന്നോട് അനുമതി തേടിയതല്ല, ഉപദേശം തേടിയതാണ് എന്നാണ് വാസുവിൻ്റെ നിലപാട്. അപ്പോൾ സന്നിധാനത്തെ സ്വർണം ആണിതെന്ന് അറിഞ്ഞിരുന്നില്ല. സന്നിധാനത്ത് നിന്ന് സ്വർണം കൊണ്ടുപോയിട്ട് ഉരുക്കിയിട്ട് കൂടുതലുണ്ടെന്നല്ലേ പോറ്റി പറയുന്നത്. അതെ, പക്ഷേ സന്നിധാനത്തെ സ്വർണമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് വാസുവിൻ്റെ. അത് നിലനിൽക്കുന്നതല്ലല്ലോ. അല്ല, കാരണം വാസുവാണ് ഇത് ചെമ്പ് എന്ന് എഴുതി ചേർത്താണ്. അത് സ്വർണം കടത്താൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പോറ്റിയുടെ സ്വന്തം സ്വർണം ഉപയോഗിച്ച് പൂശാനുള്ള കരാറ് ആണ് ഒപ്പിട്ടതെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നതും വാസു പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി എന്നാണ് വാസു കരുതിയതെന്നാണ് വാസു പറയുന്നത്. അയാളുടെ സ്വന്തം സ്വർണത്തിൻ്റെ ബാക്കി ഈ തട്ടിപ്പ് നടന്നത് അറിയില്ല എന്നുള്ളതാണ് അയാളുടെ വാദം. അപ്പോൾ ഈ അവിടുത്തെ തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അവർ രണ്ടുപേരും ഗസറ്റഡ് റാങ്കിലുള്ളവരാണ്. 2 ഗസറ്റഡ് റാങ്കിലുള്ള ഓഫീസർമാർ തന്ന ശുപാർശ അതിൽ ഒപ്പിടുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ എന്ന് ഇയാൾ പറയുന്നു. ഈ ഒപ്പിടുന്നതാണല്ലോ സർക്കാർ ഫയലുകളിൽ പ്രശ്നം ഇല്ലേ? അതെ, പാമലിൻ ഇതിലും ഒരുപാട് ആളുകൾ ഒപ്പിട്ടിട്ടില്ലേ? എല്ലാവരും പ്രസ്ഥാനത്തില്ലേ? അതുകൊണ്ട് വാസുവിനും വരാൻ പറ്റില്ല. അപ്പോൾ പോറ്റിയെ അറിയാം, ഉപദേശം തേടിയതാണ് എന്ന് പറയുന്നുണ്ട്. സ്വർണം ആണോ അല്ലയോ എന്നൊക്കെ അറിയാവുന്നതൊക്കെ തിരുവാഭരണം കമ്മീഷണർക്കാണ്, എനിക്കറിയില്ല എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഈ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അടുത്ത അറസ്റ്റ് വാസുവിൻ്റേതാകണം. തുടർന്ന് ഇല്ലേ അജികുമാർ, മറ്റേ പത്മകുമാർ, പിന്നെ പ്രശാന്തിലേക്ക് വരുമല്ലോ. ഇന്നത്തെ കോടതി മറ്റേ ഇടക്കാല ഉത്തരവിൽ ഈ പ്രശാന്തിൻ്റെ കാലത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാളൊരു ഷെയ്ഡി ക്യാരക്ടറാണെന്നുള്ളത് നേരത്തെ അറിയാം, എന്നിട്ടും അയാളെ വിശ്വസിച്ചത് എന്തിന് എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടിളപ്പാളി കേസിൽ 5ാമത്തെ പ്രതി ആണ് സുധീഷ് കുമാർ. ദ്വാരശില്പ കേസിൽ 3ാം പ്രതിയും ആണ്. ഈ കട്ടിളപ്പാളി കേസിൽ 3ാമത്തെ പ്രതിയാണ് വാസു. 2 കേസാണല്ലോ. അപ്പോൾ മറ്റേ വെള്ളിയാഴ്ച അടൂർ മണ്ണടിയിലെ വീട്ടിൽ നിന്നാണ് സുധീഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തതും പിന്നീട് അറസ്റ്റ് ചെയ്തത്. 1ാമത്തെ പ്രതി പോറ്റി, 2ാമത്തെ പ്രതി മുരാരി ബാബു, 2ാം പ്രതി. അപ്പോൾ ഇരുവരും സുധീഷിനെതിരെ മൊഴി കൊടുത്തിരുന്നു. അതാണ് സുധീഷിനെ വിളിപ്പിച്ചത്. സുധീഷ് വാസുവിനെതിരെ മൊഴി കൊടുത്തു, വാസുവിനെ വിളിപ്പിച്ചു. CITUവിൻ്റെ ദേവസ്വം എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു സുധീഷ് കുമാർ. അപ്പോൾ പാർട്ടിക്കാരനാണ്. 2022 റിട്ടയർ ചെയ്തത്. അപ്പോൾ കട്ടിളപ്പാളിയിൽ പൊതിഞ്ഞ ചെമ്പുതകിട് എന്നാണ് സുധീഷ് കുമാർ കൊടുത്തിരുന്നത്. 2019 മെയ്യിൽ ശുപാർശ കൊടുത്തപ്പോൾ ജൂലൈയിൽ ദ്വാരപാല ശില്പങ്ങളിൽ ചെമ്പ് എന്നും കൊടുത്തു. 2019 ജൂലൈ 19, 20 തീയതികളിലാണ് അഴിച്ചത്. ജൂലൈ 5-ാം തീയതിയാണ് ഉത്തരവ് തിരുവാഭരണം കമ്മീഷണറുടെ ഒക്കെ. അപ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെയും സ്മിത്തിൻ്റെയും സാന്നിധ്യം വേണമെന്ന് കോടതി ഉത്തരവുണ്ട്. തിരുവാഭരണം ഇത് അഴിക്കുമ്പോഴൊക്കെ അത് പാലിച്ചില്ല. വാസുവും പാലിച്ചിട്ടില്ല, സുധീഷ് കുമാറും പാലിച്ചിട്ടില്ല. തിരുവാഭരണം കമ്മീഷണർ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് ഇത് ഇളക്കിയെടുത്തത്. അപ്പോൾ 2019 ഈ സ്വർണ്ണപ്പാളി പോറ്റിക്ക് നൽകാനായിട്ട് ഒത്താശ ചെയ്ത ആളാണ് സുധീഷ് കുമാർ. ഫെബ്രുവരി 16 വാസുവിന് കത്ത് കൊടുത്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് സുധീഷ് കുമാർ കത്ത് കൊടുത്തിരുന്നു. ഫെബ്രുവരി 16, 2019 ഫെബ്രുവരി 16 സുധീഷ് കുമാർ വാസുവിന് കൊടുക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണം എന്ന്. പിന്നെ എങ്ങനെയാണ് വാസു അറിയാതിരിക്കുന്നത്? വാസുവിൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം ഇത് മുഴുവൻ രേഖയുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ തീയതി പറയുന്നത്. അപ്പോൾ
കട്ടിള പൊതിയുന്ന ചെമ്പ് മുൻപ് സ്വർണം പൂശിയത് എന്ന് സുധേഷ് കുമാർ എഴുതിയിരുന്നു. വാസു സ്വർണം പൂശിയത് എന്നുള്ളത് നീക്കി ചെമ്പ് പാളി എന്നാക്കി. അങ്ങനെ സ്വർണ്ണപ്പാളി ചെമ്പാക്കി മാറ്റുന്നത് വാസുവാണ്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട സംഭവം. പിന്നെ ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് ഇത് രാജ്യാന്തര റാക്കറ്റ്, ഈ ആൻറ്റീക്ക് സാധനങ്ങളില്ലേ, പുരാവസ്തുക്കൾ. അതെ, ക്ഷേത്രത്തിൽ. പക്ഷേ ഇതിൻ്റെ അകത്ത് ശ്രീകോവിലിൻ്റെ വാതിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരു റെപ്ലിക്ക മാത്രമല്ലേ പിന്നീട് വന്നിട്ടുള്ളതെന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിൻ്റെ വാതിൽ തന്നെ കടത്തിയിരിക്കുന്നു. ഒറിജിനൽ അല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ വാതിൽ എന്നൊക്കെ പറയുമ്പോൾ അതിന് മോഹവിലയാണ്, ആൻറ്റിക് വാല്യൂ അല്ലേ. എത്രയാണ് ചോദിക്കുന്നതെന്ന് ചോദിക്കാം നമുക്ക്. മറ്റേ ആൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അയാൾ തരിക എന്നുള്ളതാണിത് ആഗോള ആൻറ്റിക് മാർക്കറ്റിൽ ഉള്ളത്. അപ്പോൾ ശബരിമലയെ കേന്ദ്രീകരിച്ചിട്ട് ഒരു ആഗോള ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ലൂവ്ര മ്യൂസിയത്തിലൊക്കെ ഇല്ലേ മൊണാലിസ ചിത്രം എന്നൊക്കെ പറഞ്ഞതുമൊക്കെ, അങ്ങനത്തെ ഗൂഢസംഘങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ ഇത് പള്ളിക്കത്തോട് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ ഈ വാതിലിൻ്റെ മാതൃക പിന്നീട് കൊണ്ടുവന്നില്ലേ, പ്രദർശിപ്പിച്ചു. ഇതിൻ്റെ അകത്ത് കാണേണ്ട എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ഹൈദരാബാദിൽ നാഗേഷ് എന്ന് പറഞ്ഞൊരാൾ വാർത്തകളിൽ വന്നിരുന്നു. നാഗേഷ് എന്ന് പറഞ്ഞൊരാളുടെ വീട്ടിലാണിത് 39 ദിവസം ഇല്ലേ സൂക്ഷിച്ചിരുന്നതെന്ന്. നാഗേഷ് അല്ല, നാഗേഷാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നരേഷ് എന്നാണ് അയാളുടെ പേര് മാറ്റി പറഞ്ഞതാണ്. ഈ നരേഷ് എന്ന് പറഞ്ഞ ആളാണ് ഈ വലിയ റാക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ആളാണ് ഈ നരേഷ് എന്ന് പറഞ്ഞത്. അയാളാണ് ഈ റെപ്ലിക്ക ഉണ്ടാക്കുന്ന ആള്. ഈ ഇത് കൊണ്ടുപോയാൽ വാതിൽ പാളിയുടെ മറ്റേതിൻ്റെ റെപ്ലിക്ക ഒക്കെ, ഈ ദ്വാരപാല ശില്പങ്ങൾ റെപ്ലിക്ക ഒക്കെ ഉണ്ടാക്കുന്ന ആള്. ഇത് 2019 മാർച്ച് 3 കൊണ്ടുപോയിട്ട്, അതാണ് സുധേഷ് കുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ. പിന്നീട് 11-ാം തീയതിയാണ് വരുന്നത്, 8 ദിവസം കഴിഞ്ഞിട്ട് ശ്രീകോവിലിൻ്റെ വാതിൽ പോയിട്ട് തിരിച്ചു വരുന്നത് അല്ലേ, 8 ദിവസം. പിന്നെ ഈ ചെന്നൈയിൽ നിങ്ങൾക്കൊക്കെ വരാം, ആതിഥ്യം എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തോളാം, താമസ സൗകര്യങ്ങൾ എല്ലാം, അക്കോമഡേഷൻ, ഫുഡ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദിവസം പ്രസിഡൻറ്റിനോടും ഒക്കെ പറഞ്ഞിരുന്നു. ഈ പള്ളിക്കത്തോട് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ ഈ വാതിലൊക്കെ കൊണ്ടുവന്നപ്പോൾ അവിടെ അന്നത്തെ പ്രസിഡൻറ്റ് ഒരു സിനിമാ താരവും ഉണ്ടായിരുന്നു എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ പ്രസിഡൻറ്റ് പത്മകുമാർ. സിനിമാ താരം ആരാണ്? ജയറാമാണോ? സംശയമുണ്ട്. അപ്പോൾ ഒറിജിനൽ എല്ലാം റെപ്ലിക്കയാണ്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് സ്വർണം വിറ്റ കേസ് മാത്രമല്ല ഇത്. ഇതിൻ്റെ അകത്ത് വലിയ റാക്കറ്റ് ഉണ്ടോ എന്നുള്ളത് ശ്രീകോവിൽ വാതിൽ തന്നെ ഒറിജിനൽ അല്ല. അതായത് ശ്രീകോവിൽ വാതിൽ തന്നെ കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ ഇനി ഈ നന്ദൻ ആചാര്യയെ ഇത് ഇളക്കിയെടുക്കാനൊക്കെ ഏൽപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വാതിൽപ്പാളികൾ അത് കീഴ്ശാന്തിമാർ ഇളക്കി കൊടുത്തത് ഇത് അവിടെ പൂജയുടെ സമയത്താണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ സമയത്തൊന്നും ഈ വക അറ്റകുറ്റപ്പണികൾ നടത്തരുതെന്ന് അതിൻ്റെ ബൈലോയിലുള്ളതാണ്. അപ്പോൾ ഈ നന്ദൻ ആചാര്യ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നിട്ട് വാതിൽപ്പാളികൾ കീഴ്ശാന്തിമാരെ ഇളക്കി കൊടുക്കുന്നത് ഒക്കെ സ്പെഷ്യൽ കമ്മീഷണർ അറിഞ്ഞില്ല. കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് ചെയ്തത്. അത് പൂജാ സമയത്താണ് ചെയ്തത്. ഇങ്ങനെ ഒരുപാട് ആചാര ലംഘനങ്ങളും ഇതിൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ വാസു അറിയാത്തതല്ല, പക്ഷെ വാസുവിനെ തൊടാൻ പോലീസിന് പേടി. വാസുവിനെ തൊട്ട് കഴിഞ്ഞാൽ ഇത് ഭരണത്തിലേക്കെത്തും, സർക്കാരിലേക്കെത്തും, പാർട്ടിയിലേക്കെത്തും എന്നുള്ളത് കൊണ്ട് അവിടെ തടഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ ഇതാണ് കേസിൻ്റെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.